കുസാറ്റിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്ന 1 മാസം പിന്നിടുമ്പോഴും പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. 100ഓളം പേരുടെ മൊഴിയെടുത്തെങ്കിലും ആരെയും പ്രതി ചേർക്കാതെയാണ് അന്വേഷണം. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല 7 പേരോട് വിശദീകരണം തേടി. നവംബർ 25-ന് കുസാറ്റിൽ എന്താണ് സംഭവിച്ചത്? ഉത്തരം തേടി രംഗത്തുള്ളത് 4 സംഘങ്ങൾ. തൃക്കാക്കര എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക സമിതി. ഇതിനൊക്കെ പുറമെ സബ് കളക്ടറുടെ അന്വേഷണം. പക്ഷേ അന്വേഷണമല്ലാതെ കണ്ടെത്തലുകളൊന്നുമില്ല. 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ആരെയും പ്രതി ചേർത്തിട്ടുമില്ല. ഒരാഴ്ചയ്ക്കകം അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെ നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയാകട്ടെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്നലെയും. സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായും സുരക്ഷ തേടുന്നതിൽ രജിസ്ട്രാർക്ക് തെറ്റുപറ്റിയതായും കണ്ടെത്തൽ. എന്നാൽ റിപ്പോർട്ട് തെറ്റുകാരെ സംരക്ഷിക്കാനാണെന്നാണ് KSUവിന്റെ ആരോപണം. ഈ സംഭവം എങ്ങനെ നടന്നു എന്നതിൻ്റെ കാരണം എന്താണെന്നോ ഒന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ട് പോലില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പോൾ ഇത് തീർത്തും തെറ്റായ രീതിയിൽ പലരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധികാരികൾ തന്നെ ചമഞ്ഞടിച്ച റിപ്പോർട്ടാണെന്നാണ് ഞങ്ങൾ KSU ഇതിൽ ആരോപിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും KSUവിൻ്റെ ആവശ്യം മുന്നത്തെ പോലെ തന്നെ ഒരു കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവണം. അപകടത്തിന് പല കാരണങ്ങളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘാടനത്തിലെ പാളിച്ചയും ആളുകളെ ഓഡിറ്റോറിയത്തിൽ കയറ്റുന്നതിലെ വീഴ്ചയും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 24 കൊച്ചി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.